നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ കളർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കളറുകളുടെ ഒരു കോമ്പിനേഷൻ നമുക്കൊരു HTML എലമെൻറ്റിന് നൽകാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഈ div എലമെൻറ്റിന് റെഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് നൽകാൻ സാധിക്കും. സോ നമ്മൾ തൽക്കാലം ഈ റെഡ് എന്ന് പറയും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്കൊന്നും ലഭിക്കുന്നില്ല. സോ നമുക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ഇതിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോ നമുക്ക് ലീനിയർ ഗ്രേഡിയൻ്റ് ഉണ്ട്, അതുപോലെ റേഡിയൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. സോ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് സൈഡ് വൈസ് ആയിരിക്കും, റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്. സോ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ ലീനിയർ ഗ്രേഡിയൻ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ കളേഴ്സ് കൊടുക്കാൻ സാധിക്കും. സോ തൽക്കാലം ഞാനിവിടെ കൊടുക്കുന്നത് 2 കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ എത്ര കളേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. സോ ഞാൻ ആദ്യമായി കൊടുക്കുന്ന 2 കളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഞാനൊരു ലൈറ്റ് ബ്ലൂ അതുപോലെ ഒരു റെഡ് കളർ, ഈ ഒരു കളറാണ് ഞാൻ കൊടുക്കുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം മുകളിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ ലഭിച്ചു, താഴെ നമുക്ക് റെഡ് കളർ ലഭിച്ചു. സോ ഇത്തരത്തിലുള്ള 2 കളറുകളുടെ ഈ കോമ്പിനേഷനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് കോമ കൊടുത്ത ശേഷം മറ്റൊരു കളർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. മുകളിൽ ലൈറ്റ് ബ്ലൂ, സെൻട്രൽ നമുക്ക് റെഡ് ലഭിക്കും, താഴെ നമുക്ക് ഈ ബ്ലൂ കളർ ലഭിക്കും. സോ ബ്ലൂ കളർ ഞാൻ തൽക്കാലം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഈ 2 കളർ തന്നെ കൊടുക്കാം. സോ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, സോ ഇപ്പോൾ നിങ്ങൾ കാണാം ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴോട്ടാണ്. സോ നമുക്കിതിൻ്റെ ഡയറക്ഷൻ ഇനി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി എനിക്ക് ഈ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ലീനിയർ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ ടു റൈറ്റ് എന്ന് കൊടുക്കുക. ടു റൈറ്റ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ആ ഒരു ഗ്രേഡിയൻ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ടു ബോട്ടം ആണെങ്കിൽ നമ്മുടെ നോർമൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട്, അതുപോലെ ടു ലെഫ്റ്റ് ആണെങ്കിൽ സോ നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് ലഭിക്കും. അതുപോലെ ടു ടോപ്പ് ആണെങ്കിൽ നമുക്ക് താഴെ നിന്നും മുകളിലോട്ട് ലഭിക്കും. സോ നമ്മൾ ടു ടോപ്പ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന കളറായിരിക്കും താഴെ വരുന്നത്, അവിടെ നിന്നും മുകളിലോട്ട് പോകുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഡയഗണലായി വേണമെങ്കിൽ സോ നമുക്ക് ഈ ഒരു പാർട്ട്, അതായത് ഈ ടോപ്പ് ലെഫ്റ്റിൽ നിന്നും ബോട്ടം റൈറ്റിലോട്ട് വേണമെങ്കിൽ നമുക്ക് ടു ബോട്ടം എവിടേക്കാണോ വേണ്ടത് അത് മാത്രം കൊടുത്താൽ മതി. ടു ബോട്ടം റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ഡയഗണലായി ഇത് ലഭിക്കുന്നതായിരിക്കും. ബോട്ടം റൈറ്റ്, അതുപോലെ ബോട്ടം ലെഫ്റ്റ് വേണമെങ്കിൽ ബോട്ടം ലെഫ്റ്റ് നമുക്കിതുപോലെ ലഭിക്കും. അതുപോലെ ടോപ്പ് ലെഫ്റ്റ് ആണെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ടോപ്പ് ലെഫ്റ്റിലോട്ട് ലഭിക്കും. അതുപോലെ നമുക്ക് ടോപ്പ് റൈറ്റ് ഇതുപോലെ ഡയഗണലായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിതിൽ ഒരുപാട് കളേഴ്സ് കൊടുത്ത് നോക്കാം. സോ നമ്മൾ 2 കളർ മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. സോ നമ്മളിവിടെ റെഡ് ബ്ലൂ ഗ്രീൻ വയലറ്റ് ടൊമാറ്റോ ഇങ്ങനെ നമ്മൾ ഏകദേശം 5 കളർ ഇപ്പോൾ കൊടുത്തു. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം അത്രയും 5 കളേഴ്സും നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ടു ടോപ്പ് റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ടു ടോപ്പ് റൈറ്റ് സേവ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ നിന്നും ലെഫ്റ്റിൽ നിന്നും ബോട്ടം ലെഫ്റ്റിൽ നിന്നും ടോപ്പ് റൈറ്റിലോട്ട് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമുക്കിതിൽ ഒരുപാട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ എത്ര കളറാണ് കൊടുക്കുന്നത് അത്രയും കളറിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്കിവിടെ ഗ്രേഡിയൻ്റായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് കളറുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒപ്പാസിറ്റി കൊടുക്കാം. സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ആൽഫ ചാനൽ, അതായത് ഒപ്പാസിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു കളർ നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അതെല്ലാം കളറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് റെഡിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറച്ച് നോക്കാം. സോ റെഡിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കളറായിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. സോ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കളറുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചത് ലീനിയർ ഗ്രേഡിയൻ്റ് ആയിരുന്നു. അത് നമ്മൾ സൈഡ് വൈസ് ആയിരുന്നു, ഒരു സൈഡിൽ നിന്ന് മറ്റോ സൈഡിലോട്ടായിരുന്നു അത് ഫ്ലോ ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. റേഡിയൽ ഗ്രേഡിയൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്നായിരിക്കും. സോ നമുക്കത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു.
ശേഷം റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യമായി കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് റെഡാണ്. സോ റെഡ്. അതുപോലെ അതിനുശേഷം കൊടുക്കുന്നത് വൈറ്റ് കൊടുക്കുന്നു, വൈറ്റ്. മൂന്നാമത്തെ കളർ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നു, ബ്ലാക്ക്. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ നമ്മൾ ആദ്യം കൊടുത്ത കളർ റെഡ് സെൻറ്ററിൽ വരുന്നു, വൈറ്റ് അതിന് പുറം ഭാഗത്ത് വരുന്നു, ബ്ലാക്ക് അതിന് ശേഷം വരുന്നു. സോ വൈറ്റിൻ്റെ കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം. ബ്ലൂ കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ആദ്യം കൊടുക്കുന്ന കളർ സെൻറ്ററിലും രണ്ടാമത്തത് അതിൻ്റെ പുറം ഭാഗത്തും മൂന്നാമത്തത് ഏറ്റവും ഔട്ടർ ലെയറിലും ഇതുപോലെ വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം. റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കളർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്നായിരിക്കും. നമുക്കിനി നമ്മുടെ കളേഴ്സിന് ഒരു ഷാർപ്പ് എഡ്ജ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ റെഡ് യെല്ലോ എന്ന് പറയുന്ന ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുത്തപ്പോൾ നമുക്ക് മുകളിൽ റെഡ്, താഴെ യെല്ലോ ലഭിച്ചു. പക്ഷേ ഈ റെഡിൽ നിന്നും യെല്ലോയിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരുന്നു. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. സോ യെല്ലോയിൽ നിന്നും റെഡിൽ നിന്നും യെല്ലോയിലോട്ടൊരു സ്മൂത്ത് ട്രാൻസിഷനാണ് നമുക്ക് സാധാരണ ലഭിക്കുന്നത്. സോ നമുക്കൊരു ഷാർപ്പ് എഡ്ജ് നമുക്കിത് കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കിവിടെ 200 പിക്സൽ ഹൈറ്റ് ആണുള്ളത്. സോ നമ്മൾ ടോപ്പ് ടു ബോട്ടമാണ് നമ്മുടെ അലൈൻമെൻ്റ് ഉള്ളത്. സോ നമുക്ക് 100 പിക്സൽ വരെ റെഡ് ലഭിക്കണം, അതിനോട് താഴോട്ട് യെല്ലോ ലഭിക്കണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് റെഡിൽ വന്നതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട പിക്സൽ നമ്മൾ 0 പിക്സൽ, സ്പേസ് കൊടുത്ത ശേഷം എൻഡ് ചെയ്യേണ്ട പിക്സൽ നമ്മൾ 100 പിക്സൽ. പിന്നെ നമ്മൾ യെല്ലോയിൽ വന്നതിന് ശേഷം യെല്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 100 പിക്സലിൽ നിന്നാണ്. സ്പേസ് കൊടുത്ത ശേഷം 100 പിക്സൽ, അതിനുശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ 200 പിക്സൽ, എൻഡ് ചെയ്യേണ്ടത് 200 പിക്സൽ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഷാർപ്പ് എഡ്ജസ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ആ സ്മൂത്ത് ട്രാൻസിഷൻ ഉണ്ടായിരിക്കില്ല, നമുക്ക് ഷാർപ്പ് എഡ്ജസ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ കളറുകളുണ്ടെങ്കിൽ സോ നമ്മൾ ബ്ലൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നതല്ല. സോ ബ്ലൂവിൻ്റെ നമ്മൾ ഇവിടെ ഇതൊരു 50 വരെ കൊടുക്കാം. ബ്ലൂ നമുക്ക് 50-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 വരെ കൊടുക്കാം. സോ 50 പിക്സൽ, 100 പിക്സൽ. സോ ഇത് പിന്നെ 100-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 200 വരെ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. സോ റെഡ് നമുക്ക് 50 പിക്സൽ വരെ ലഭിച്ചു, അവിടെ നിന്ന് ബ്ലൂ ലഭിച്ചു, അതിനുശേഷം നമുക്ക് യെല്ലോ ലഭിച്ചു. ഇതുപോലെ നമുക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് നമുക്ക് കളേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതുപോലെ നമുക്കത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ സോ ഞാനിവിടെ ജസ്റ്റ് ലീനിയർ മാറ്റി നമ്മൾ റേഡിയൽ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. നമുക്കിതിലും ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് കൊടുക്കുന്നു. സോ ഞാൻ ഇതെല്ലാം ഈ കളേഴ്സ് എല്ലാം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് 3 കളറാണുള്ളത്. സോ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50 ലഭിക്കുന്ന രൂപത്തിൽ സോ നമുക്ക് 150 കൊടുക്കാം. സോ 150 കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കളറും നമുക്ക് 50 പിക്സൽ കൊടുക്കാൻ സാധിക്കും. സോ സേവ് ചെയ്യാം. നമ്മൾ ആദ്യമായി വരേണ്ടത് ഓറഞ്ചാണ്. നമ്മുടെ ഫ്ലാഗിലെ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഓറഞ്ചാണ്. സോ ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പിക്സലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ശേഷം 50 പിക്സലിൽ എൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ വരുന്നത് വൈറ്റ് ആണ്. സോ വൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 50 പിക്സലിൽ നിന്നാണ്. 50 പിക്സലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് 100 പിക്സൽ. ശേഷം വരുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 പിക്സൽ, എൻഡ് ചെയ്യുന്നത് 150 പിക്സൽ. സോ നമുക്ക് 150 പിക്സലാണ് നമ്മുടെ ഹൈറ്റ്. സോ അതിനെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ ഭാഗം ഓറഞ്ച്, പിന്നെ വൈറ്റ്, പിന്നെ ഗ്രീൻ. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗിൻ്റെ രൂപത്തിലുള്ള ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഷാർപ്പ് എഡ്ജസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിപ്പീറ്റിംഗ് ഗ്രേഡിയൻ്റ് ആണ്. സോ റിപ്പീറ്റിംഗ് ലീനിയർ ഗ്രേഡിയൻ്റ്, അതുപോലെ റിപ്പീറ്റിംഗ് റേഡിയൽ ഗ്രേഡിയൻറ്റ്. സോ റിപ്പീറ്റിംഗ് ഗ്രേഡിയൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്ലൂ, റെഡ്, ബ്ലാക്ക് എന്ന് നമ്മൾ ഗ്രേഡിയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബ്ലൂ, റെഡ്, ബ്ലാക്ക് നമുക്ക് ഓരോ തവണയാണ് ലഭിക്കുന്നത്. നമ്മുടെ മുഴുവൻ ഹൈറ്റിൽ ഓരോ തവണ ബ്ലൂ, റെഡ്, ബ്ലാക്ക് ലഭിക്കുന്നു. സോ നമുക്ക് ഉദാഹരണമായി ഇത് 3 തവണ റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കുക. സോ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 പിക്സലാണ്. താഴോട്ട് 3 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കുക. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് മുമ്പായി റിപ്പീറ്റിംഗ് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 3 തവണയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ 150യെ 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 ലഭിക്കും. സോ ഇവിടെ ബ്ലാക്കിൻ്റെ ഇവിടെ വന്നതിന് ശേഷം, ബ്ലാക്ക് കളറിൽ ലാസ്റ്റിൽ വന്നതിന് ശേഷം 50 പിക്സൽ എന്ന് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 3 തവണ, അതായത് 150 പിക്സലിൽ 50 പിക്സൽ സൈസിൽ നമുക്ക് 3 തവണ അത് റിപ്പീറ്റ് ആവുന്നതായിരിക്കും. സോ നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് തവണ ഇതുപോലെ റിപ്പീറ്റ് ആവുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഗ്രേഡിയൻറ്റിനെ നമുക്ക് റിപ്പീറ്റിംഗ് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കിതുപോലെ കളർ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ പ്രോപ്പർട്ടിയും ഇതുപോലെ കൊടുത്ത് അതിൻ്റെ ഡയറക്ഷനും മറ്റും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ബോട്ടം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഷാർപ്പ് എഡ്ജ് കൂടി ഇതിൽ കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണമായി ഞാനിവിടെ ബ്ലൂ നമ്മൾ 0 പിക്സൽ 10 പിക്സൽ, അതുപോലെ റെഡ് നമ്മൾ 10 പിക്സൽ 20 പിക്സൽ, അതുപോലെ ബ്ലാക്ക് നമ്മൾ 20 പിക്സൽ 30 പിക്സൽ. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഷാർപ്പ് എഡ്ജും ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതേ സംഭവം നമുക്ക് റേഡിയൽ ഗ്രേഡിയൻറ്റിൽ വേണമെങ്കിൽ, സോ നമ്മൾ ലീനിയർ മാറ്റി ഇവിടെ റിപ്പീറ്റിംഗ് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടു ബോട്ടം റൈറ്റ് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും, ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് അത് മാറ്റണമെങ്കിൽ, സോ നമുക്ക് ഷാർപ്പ് എഡ്ജ് മാറ്റണമെങ്കിൽ, സോ നമുക്ക് ഈ ഒരു വാല്യൂസ് ഡിലീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിപ്പീറ്റായി ലഭിക്കുന്നതായിരിക്കും.